നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജൂൺ മാസത്തിലെ മകം, പൂരം, ഉത്രം, കാല്, ചിങ്ങക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. പൊതുവെ വീഡിയോ കാണുന്നവർക്കൊരു സംശയം ഉണ്ടാവാം, എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശ്വര വിശ്വാസമില്ലാത്തവരും ജ്യോതിഷത്തിൽ താല്പര്യമില്ലാത്തവരൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഈ ഫലങ്ങളെ മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു സദ്ബുദ്ധി ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഒഴിവായി പോകുന്നത് തന്നെയാണ് നല്ലത്, അല്ലേ നമുക്ക്? അപ്പം അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. അപ്പം എന്തായാലും ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവരും വിശ്വസിക്കുന്നവരും മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. എന്തായാലും ഗ്രഹങ്ങളുടെ ഫലത്തെ സൂചിപ്പിക്കുമ്പോൾ നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം. അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം. എന്തായാലും മകം, പൂരം, ഉത്രം, കാല്, ചിങ്ങക്കൂറുകാർക്ക് ഈ വരുന്ന ജൂൺ മാസം 15-ാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് 10-ലാണ്. അതിനുശേഷം 11-ലേക്ക് വരും. 10-ൽ നിൽക്കുമ്പോഴും 11-ൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് ചിങ്ങക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. 10-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് എല്ലായിടവും കർമ്മസിദ്ധി ഉണ്ടാവുക, വിജയം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവേദ്യമായിട്ട് വരിക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം, ഈ ജോലി സംബന്ധമായിട്ടുള്ള അരിഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു പരിധി വരെ പരിഹാരം വന്നു ചേരുക. അതായത് ജോലി സംബന്ധമായിട്ടൊക്കെ നമ്മൾ ജോലിക്ക് പോകുന്ന ഇടത്തിൽ ഓരോ ദുരിതങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദുരിതങ്ങളെല്ലാം മാറുന്ന നല്ല ഫലത്തെയാണ് 10-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ജോലി സംബന്ധമായിട്ട് ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവരാഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക, പ്രൊമോഷൻ വന്നു ചേരുക, വളരെ നല്ല ഫലമാണ് 15-ാം തീയതി വരെ 11-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലമാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 15-ാം തീയതിക്ക് ശേഷം സൂര്യൻ 11-ലേക്ക് വരുമ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മോചനം വന്നു ചേരുന്ന നല്ല കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ വ്യാധി വിനാശം ഉണ്ടാവുക, അതായത് ഏത് ദുരിതങ്ങളായിക്കോട്ടെ ആ ദുരിതങ്ങൾക്കെല്ലാം ശമനം വന്നു ചേരുക, ഐശ്വര്യം ഉണ്ടാവുക, നമ്മളുടെ കുടുംബത്തെ ഐശ്വര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ശുഭമായിട്ടുള്ള കർമ്മം, അതായത് നല്ല കർമ്മഫലം നമുക്ക് വന്നു ചേരുക. ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, 12 മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് 10-ലും 11-ലും ഒക്കെ സൂര്യൻ നിൽക്കുന്നത് എന്നർത്ഥം. അതായത് ജൂൺ 15-ാം തീയതിക്ക് ശേഷം ഒരു വർഷ കാലയളവിനുള്ളിൽ ഒരു പ്രാവശ്യം മാത്രമാണ് 11-ൽ സൂര്യൻ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫലത്തിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രയത്നിച്ചോളൂ. അതെല്ലാം വളരെ നല്ല രീതിയിൽ വരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്, ശുഭകർമ്മഫലം. ജോലി സംബന്ധമായിട്ട് ധനലാഭം ഉണ്ടാവുക, പ്രത്യേകിച്ചും പ്രമോഷൻ വന്നു ചേരുക, നല്ല ഫലത്തെയാണ് 11-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 10-ൽ നിൽക്കുമ്പോഴും 11-ൽ നിൽക്കുമ്പോഴും ഒക്കെ വളരെ നല്ല ഫലത്തെയാണ് ചിങ്ങക്കൂറുകാർക്ക് സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ വരുന്ന ജൂൺ മാസം 7-ാം തീയതി വരെ ചൊവ്വ 12-ലാണ്. അതിനുശേഷം ജന്മത്തിലേക്ക് വരും. 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല ചിങ്ങക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് 12-ൽ നിന്ന് കഴിഞ്ഞാലും ജന്മത്തിൽ നിന്ന് കഴിഞ്ഞാലും ഈ ഫലത്തിന്റെ സൂചനയുണ്ടെന്ന് അർത്ഥം. വാഹനം ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ച് ഈ കാലയളവിൽ ഒന്ന് ശ്രദ്ധിക്കുക. ജൂൺ 7-ാം തീയതി വരെ 12-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് അനാവശ്യമായിട്ട് തന്നെ പണത്തിന് ചെലവ് വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. 7-ാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോൾ കാര്യഭംഗം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവേദ്യമായിട്ട് വരാത്തൊരു കാലയളവ്. അപ്പൊ ഈ മോശമായിട്ടുള്ള ഫലങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വരുവാനായിട്ട് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല, അല്ലെ? അപ്പോൾ ഈ മോശമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റുക? പ്രത്യേകിച്ചും ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിർത്തി ആരാധിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക. നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ, നാമങ്ങൾ ഇതൊക്കെ ജപിക്കുക. ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് വിദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ എപ്പോഴും ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായിരുന്നു വരില്ല. പക്ഷെ നമുക്ക് കുടുംബത്തിരുന്ന്, അതായത് നമ്മൾ വസിക്കുന്ന സ്ഥലത്തിരുന്ന് നമുക്ക് നാമം ജപിക്കാമല്ലോ. അപ്പോൾ രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങളും നാമങ്ങളും ഒക്കെ ജപിച്ചോളൂ.
ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഈ വരുന്ന ജൂൺ മാസത്തിൽ ബുധന് 3 മാറ്റങ്ങളുണ്ട്. 6-ാം തീയതി വരെ 10-ലാണ്. അതിനുശേഷം 23-ാം തീയതി വരെ 11-ലേക്ക് വരും. 23-ാം തീയതിക്ക് ശേഷം 12-ലേക്ക് വരും. 6-ാം തീയതി വരെ 10-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ടും 11-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ടും ഒക്കെ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 6-ാം തീയതി വരെ 10-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുന്ന കാലയളവ്, കാര്യസിദ്ധി വന്നു ചേരുക, പലവിധ സൗഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് 6-ാം തീയതി വരെ 10-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ജോലി സംബന്ധമായിട്ട് ഇവിടെയും വളരെ നല്ല രീതിയിൽ തന്നെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കാം. 6-ാം തീയതിക്ക് ശേഷം 23-ാം തീയതി വരെ 11-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ വാക്സാമർഥ്യം ഉണ്ടാവുക, നമ്മളുടെ വാക്കുകൾക്ക് ശോഭയുണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക, പല വിധത്തിലും ധനലാഭം ഉണ്ടാവുക, ബഹുധനലാഭം, പലവിധേന ധനലാഭം ഉണ്ടാവുക. പ്രത്യേകിച്ചും കുടുംബസ്ഥർക്ക്, അതായത് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് വസിക്കുക, പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല സന്താനങ്ങളോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക, സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം അനുഭവിക്കായിട്ട് വരിക, ഏത് കാര്യങ്ങൾക്കും നിപുണത, സാമർഥ്യം, വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് 11-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് 23-ാം തീയതി വരെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളും ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരുക. അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ടുള്ള വളരെ നല്ല ഫലത്തെയാണ് 11-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ സൂര്യനെ കൊണ്ടും ബുധനെ കൊണ്ടും ഒക്കെ ജോലി സംബന്ധമായിട്ടും ഒക്കെ കുടുംബപരമായിട്ടും ഒക്കെ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 23-ാം തീയതിക്ക് ശേഷം 12-ലേക്ക് വരുന്ന ബുധനെ കൊണ്ട് അസൂയാലുക്കളുടെ വർധനവ് വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. അതായത് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും വ്യാഴം 11-ലാണ് നിൽക്കുന്നത്. ചിങ്ങക്കൂറുകാർക്ക് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് 11-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇഷ്ടകാര്യ ലാഭം, സ്ഥാനാന്തര പ്രാപ്തി. ഇഷ്ടകാര്യ ലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുക. അതേപോലെ തന്നെ പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ, പ്രൊമോഷൻ, ജോലി സംബന്ധമായിട്ടൊക്കെ വളരെ നല്ല ഫലത്തെയാണ്. ഇത് കൂടാതെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ലല്ലോ, അവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ബിസിനസ്സിൽ പുരോഗതി വന്നു ചേരുക. അപ്പൊ ഈശ്വരാധീനമുള്ള കാലയളവാണ് എന്ന് മനസ്സിലാക്കി നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതായിട്ടുള്ള ഗൃഹമായിക്കോട്ടെ, ഭൂമി ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചോളൂ. ചിങ്ങക്കൂറുകാർക്ക് അതെല്ലാം വളരെ വളരെ നല്ല രീതിയിൽ തന്നെ വന്നു ചേരുവാനായിട്ടുള്ള ഈശ്വരാധീനമുള്ള കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണ് ശുക്രൻ. 9-ൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാലും കുടുംബപരമായിട്ടുള്ള നല്ല അനുഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഭാഗ്യസ്ഥാനവും കൂടിയാണ് 9. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പലവിധ ഭാഗ്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. ലൗകിക സുഖങ്ങൾ അനുഭവിക്കുക, കുടുംബസുഖം അനുഭവത്തിയായിട്ട് വരിക. കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക, അംഗീകാരങ്ങൾ വന്നു ചേരുക, ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക. അതായത് 9-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും കുടുംബപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏത് കാര്യങ്ങൾ കൊണ്ട് നോക്കിക്കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് ശുക്രനെ കൊണ്ടും സൂചിപ്പിക്കുന്നത്. അപ്പൊ പല ഗ്രഹങ്ങളെ കൊണ്ടും ഫലങ്ങളെ സൂചിപ്പിച്ചപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ പോലും 8-ലാണ് ശനി. 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അത്ര നല്ല ഫലമല്ല. ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. 8-ൽ നിൽക്കുന്ന ശനി ഒരു ദൈവാധീന കുറവിനെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. വിചാരിക്കാതെ തന്നെ കലഹം ഉണ്ടാവുക. കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളുടെ ഉള്ള സമാധാനം പോകും, അല്ലേ? ചെറിയ കലഹം പോലും വലിയ കലഹത്തിലേക്ക് പോവാതിരിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ കലഹം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നല്ല വാക്കുകൾ സംസാരിക്കുക, അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, ഒരു പരിധിവരെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. ആരെങ്കിലും ഇങ്ങോട്ട് കലഹത്തിന് വന്നു കഴിഞ്ഞാൽ തന്നെ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായമാണ്. കാരണം 8-ൽ നിൽക്കുന്ന ശനി അത്ര നല്ല ഫലമല്ല. കുറേശ്ശെ മഴ പെയ്യേണ്ടത് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ശബ്ദം കേൾക്കാനിട വരും. അപ്പം മഴ പെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാതിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അതുപോലെ തന്നെ സ്വജനങ്ങളോട്, അതായത് നമ്മളുടെ വേണ്ടപ്പെട്ടവരോട് നമുക്ക് അകന്നു നിൽക്കുവാനായിട്ട് തോന്നുക. ധനപരമായിട്ട് മാത്രം അനുകൂലമായിട്ടുള്ള ഫലമല്ല. വിചാരിക്കാതെ ധനത്തിന് ചിലവ് വന്നു ചേരുക. മനസാ വാച കർമ്മണ നമ്മൾ ചിന്തിക്കാത്ത പ്രവർത്തിക്കാത്ത കാര്യങ്ങൾക്കൊക്കെ അപവാദ പ്രചരണങ്ങൾ വന്നു ചേരുക. അതായത് 8-ൽ നിൽക്കുന്ന ശനി വളരെയേറെ ദോഷഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ മോശഫലമാണെന്നുണ്ടെങ്കിൽ പോലും ഇത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഈ മോശഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയും അയ്യപ്പസ്വാമിയൊക്കെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ. പരിഹാരമുണ്ടെന്നർത്ഥം.
നമ്മളൊരു രോഗദുരിതം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയി മരുന്ന് വാങ്ങി കഴിക്കുമ്പോൾ ആ രോഗം ഇല്ലാതാകുന്നത് പോലെ തന്നെയാണ് നാമജപം. ആ മരുന്നാണത്, ആ ദുരിതങ്ങൾക്കുള്ള മരുന്നാണ് നാമജപം. ശനൈശ്വരായ നമഃ എന്നുള്ള നാമം ജപിച്ചോളൂ. ഈ 8 നിൽക്കുന്ന ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു ദുരിതങ്ങളും നമ്മളിലേക്ക് വന്നു ചേരില്ല. ഇപ്പം നല്ല ഫലങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ഫലം എടുത്തു പറയാറുണ്ട്, മോശഫലമാണെന്നുണ്ടെങ്കിൽ ആ മോശഫലം എടുത്തു പറയാറുണ്ട്. ചിലപ്പോൾ ചില മോശഫലം കുറച്ച് കൂടുതൽ എടുത്തു പറയും, കാരണം അത് ശ്രദ്ധിച്ച് നമുക്ക് ജീവിക്കാം. അപ്പം ആ ദുരിതം നമ്മളിലേക്ക് വന്നു ചേരില്ല. എന്തായാലും ചിങ്ങക്കൂറുകാരുടെ ഗ്രഹപീഡാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ നിങ്ങളുടെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊട്ടാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറ് നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.